ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉണക്ക സ്രാവ് മീൻ ഇലിമ്പമ്പുളിയിട്ട് തേങ്ങ അരച്ച കറി ഉണ്ടാക്കിയതാണ്. മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഈ കറി ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല കുറിയ ചാറോടുകൂടി ഈ മീൻകറി ഉണ്ടാക്കുന്നൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. ഉണക്ക സ്രാവ് കറി തേങ്ങ അരച്ച് വെക്കുന്നത് ഞാനൊരു 250 ഗ്രാം സ്രാവ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ ഇട്ട് എൻ്റെ ഉപ്പെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ സ്രാവ് കറിക്ക് ഞാൻ പുളിക്ക് ഇലിമ്പമ്പുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 ഇലിമ്പമ്പുളി ഞാൻ നീളത്തിൽ കീറി അതും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. കറി വെക്കുന്നതിനൊരു മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6 ചെറിയ ഉള്ളി രണ്ടായിട്ട് പിളർന്നതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി വഴറ്റിയെടുക്കാം. വഴന്നു വന്ന ഈ ഉള്ളിയിലേക്ക് ഈ സ്രാവ് മീൻ ഇട്ട് കൊടുക്കാം. ഇലിമ്പമ്പുളി ഇട്ട് കൊടുക്കാം. ഒരു ടൊമാറ്റോയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പുള്ള മീനായതുകൊണ്ട് നമ്മൾ ഉപ്പ് ഒട്ടും ചേർക്കുന്നില്ല. ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഉപ്പെല്ലാം കളഞ്ഞ മീനുമാണ്. ഈ മീൻ വേകാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മീൻ വേകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടു. അപ്പോഴത്തെ വീഡിയോ ഒന്ന് സ്റ്റക്കായതാണ്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. കൂടെ തന്നെ 2 വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ ഇപ്പോൾ വെന്തിട്ടുണ്ടായിരിക്കും. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈ അരപ്പിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരുന്ന തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. നമുക്ക് ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ചട്ടി അന്നേരവും ഇതിൻ്റെ കഷ്ണമെല്ലാം തിളച്ചുകൊണ്ടിരിക്കും. കാരണം ചട്ടിക്ക് നല്ല ചൂടുള്ളതാണ്. തിളയ്ക്കാനായിട്ട് വെക്കാം. അരപ്പെല്ലാം ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ചെറിയ ഫ്ലെയിം കൊടുക്കാം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ആ ചട്ടിയുടെ ചൂടിൽ മീൻ കറി ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വരും. നമുക്കിനി ഈ മീൻ കറി ഒന്ന് താളിച്ചും കൂടെ കൊടുക്കാം. താളിക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഞാനൊരു 4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ താളിച്ചെടുത്ത ഉള്ളിയും കറിവേപ്പിലയും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇലിമ്പമ്പുളിയിട്ട സ്രാവ് മീൻകറി റെഡി ആയിരിക്കുകയാണ്.
നല്ല കുറിയ ചാറാണ്. തണുക്കുമ്പോഴേ ഇത് ഉപയോഗിക്കാവൂ. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.